ഒത്തിരി ആഹ്ലാദത്തോടെ ഒത്തിരി സന്തോഷത്തോടെ ഈ ഫോട്ടോ പകർത്തുമ്പോൾ ഒരു നിമിഷം പോലും അവർ കരുതിയിട്ടുണ്ടാവില്ല ഇത് അവസാനത്തെ ചിത്രമായിരിക്കുമെന്നുള്ളത്. മലപ്പുറം ജില്ലയിലെ പാങ്ങിലുള്ള അധ്യാപകരുടെ ആ ദാരുണമായ മരണം, ആ അപകടത്തിൽ മരണപ്പെട്ട മജീദ് മാഷും ഭാര്യയും, അതാണ് എന്നെ വല്ലാതെ സങ്കടപ്പെടുത്തിയത്. കണ്ണിന് കാഴ്ചയില്ലാത്ത മജീദ് മാഷെ എവിടേക്ക് യാത്ര പോകുമ്പോഴും കൂടെ സഹായത്തിന് ആ ഭാര്യ ഉണ്ടാകുമായിരുന്നു അത്രേ. അങ്ങനെയാണ് ഈ യാത്രയിലും ആ ഭാര്യ കൂടെ കൂടിയത്. പക്ഷേ ആ രണ്ടുപേരും ഒന്നിച്ച് മരണത്തിലേക്ക് പതിയെ നടന്നുപോയി. ഈ അടുത്താണ് അവർ പുതിയൊരു വീട് നിർമ്മിച്ച് ആ വീട്ടിലേക്ക് താമസം മാറിയത്. ഇതിലെ ഓരോ അധ്യാപകർക്കും കണ്ണീരിൻ്റെ നോവിൻ്റെ ഒരുപാട് കഥകൾ പറയാനുണ്ട്. ആ മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് കൊണ്ടുവന്നപ്പോൾ ഒരു നാട് മുഴുവനും പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അവരെ സ്വീകരിച്ചത്. ആ കുട്ടികളോട് പറഞ്ഞിരുന്നു, പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ടീച്ചർമാരെ കാണാൻ വരണ്ടെന്ന് പറഞ്ഞിട്ടും കുട്ടികൾ ഒന്നടങ്കം അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് ആ സ്കൂളിൻ്റെ മുറ്റത്തേക്ക് ഓടി വന്നു. വാൽപ്പാറയിലെ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയ ആളുകൾ ഓരോ യാത്രകളും തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ പ്രിയപ്പെട്ടവരോട് യാത്ര പറഞ്ഞിറങ്ങുക. പക്ഷേ അവർക്കരികിലേക്ക് നമ്മൾ ജീവനറ്റ ശരീരങ്ങളായിട്ട് മാറുന്ന ഒരു കാഴ്ച നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുക. പടച്ച റബ്ബേ, മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, സ്വർഗം കൊടുത്ത് അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ. അതോടൊപ്പം ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ക്ഷമ നൽകട്ടെ. ഓരോ യാത്രയിലും പടച്ച റബ്ബേ, നിൻ്റെ കാവല് മാത്രമാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എത്ര സന്തോഷത്തോടെ ആയിരിക്കും ഇവർ ആ യാത്ര പോയിട്ടുണ്ടാവുക. തൃശ്ശൂരിലൂടെ കടന്നുപോയി അതിരപ്പള്ളി വെള്ളച്ചാട്ടവും കണ്ട് ഇവർ മലക്കപ്പാറ പോയി. ആ മലക്കപ്പാറയിൽ നിന്ന് വാൽപ്പാറയിൽ നിന്ന് പൊള്ളാച്ചി വഴി നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ളൊരു യാത്ര. പക്ഷേ അത് വാൽപ്പാറ വരെ എത്താനായിരുന്നു പടച്ചറബിൻ്റെ വിധി. ക്ഷമയോടുകൂടി നമ്മളത് ഉൾക്കൊള്ളാമെന്നല്ലാതെ, പ്രാർത്ഥനയോടുകൂടി നമ്മൾ സ്വീകരിക്കാമെന്നല്ലാതെ നമ്മുടെ മുന്നിൽ മറ്റു മാർഗ്ഗങ്ങളില്ല. ഈ മരണപ്പെട്ടു പോയ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ.